പിണറായി വിജയൻ ചോദിച്ച ചോദ്യം വളരെ കൃത്യമല്ലേ? ഞങ്ങൾ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് കൊടുക്കുകയാണ്. നിങ്ങൾ കഷ്ടപ്പെട്ട് എവിടെയെങ്കിലും ഒരു കൂര സ്വരുക്കൂട്ടി വെക്കുന്നവരുടെ വീടുകൾ അർദ്ധരാത്രി വന്ന് ഇടിച്ചു കളയുകയാണ്. 700 വീടുകൾ പോയി എന്നാണ് പിണറായി വിജയന്റെ പോസ്റ്റിൽ പറയുന്നത്. കേരളം പോലൊരു സംസ്ഥാനം കേരളത്തിലെ രാഷ്ട്രീയ പ്രത്യേക സാഹചര്യത്തിൽ ചോദ്യം ചോദിക്കുമ്പോഴാണ് കോൺഗ്രസിന് മുട്ടുവിറയ്ക്കുന്നത്. ഈ മുട്ടുവിറയ്ക്കുന്ന നമ്മൾ എലഹങ്കയിൽ കണ്ടു, ഇപ്പം നമ്മൾ ഖമ്മത്ത് കാണാൻ പോവാണ്. മറുപടി പറഞ്ഞേ പറ്റൂ. നല്ലതാണ് കേരളം പോലെ ഒരു സ്ഥലം, ഇതിനോടൊക്കെ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു നാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. എലഹങ്കയിൽ അവിടുത്തെ സർക്കാരിനെ കൊണ്ട് നിലപാട് തിരുത്തിച്ചത് കേരളത്തിലെ ഡയലോഗാണ്. ഒരു പക്ഷേ തെലങ്കാനയിലും ഇതായിരിക്കും. BJPയോട് നമുക്ക് തർക്കിക്കാൻ പറ്റില്ല, BJPക്ക് ഇവിടെ സ്റ്റേക്ക് ഒന്നുമില്ല. പക്ഷേ കോൺഗ്രസിനെ കൊണ്ട് തിരുത്തിക്കാൻ കേരളത്തിന് പറ്റുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ അടിസ്ഥാനപരമായി കോൺഗ്രസിൻ്റെ ഒരു ബേസ് കൾച്ചർ ഇന്ത്യ വ്യാപകമായിട്ടുള്ളത്, ഇന്ത്യയിലെ അധികാരവർഗത്തിൻ്റെ രീതി, സ്വഭാവം, അവരുടെ വർഗം എന്താണെന്നുള്ളത് മറക്കരുത്. എലഹങ്കയിലെ വിഷയം എന്തുകൊണ്ടാണ് വിഷയം? അതൊരു വിഷയം പോലും ആയിരുന്നില്ല. കേരള രാഷ്ട്രീയത്തിൽ അതൊരു വിഷയമായി മാറിയപ്പോഴാണ് ഇത് വലിയ വിവാദമാവുകയും അവിടുത്തെ മുഖ്യമന്ത്രി ഓടിയോ ഞങ്ങൾ വീട് തരാം, കാറ് തരാം, AC തരാം, ഫ്രിഡ്ജ് വെച്ച് തരാം, പുതിയ കെട്ടിടം കൂട്ടിൽ ഉടനെ തരാം എന്ന് പറഞ്ഞ് പോവുകയും ദേശീയ തലത്തിലെ വിഷയമാവുകയും ചെയ്തപ്പോഴാണ് കർണാടകത്തിലെ മുഖ്യമന്ത്രിക്ക് മനസ്സിലാകുന്നില്ല ഇത് അവിടെ അവന്മാർ സ്ഥിരം ചെയ്യുന്ന പരിപാടിയായി ആയിരുന്നിരിക്കണം. ആണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കും. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിലെ വീട് ആ പ്രശ്നം വീടൊക്കെ കൊടുത്ത് എല്ലാവർക്കും താക്കോൽ ദാനമൊക്കെ ചെയ്തതിനു ശേഷം ഈ സാധനത്തിൽ ലൈനിലേക്ക് കൊണ്ടുവരികയാണ്. ഞങ്ങൾ വീട് കൊടുക്കുന്നു, നിങ്ങൾ വീട് ഇടിച്ചു കളയുന്നു. അപ്പോൾ എന്താ കോൺഗ്രസ് നിങ്ങളുടെ പരിപാടി? അപ്പം ഇന്ത്യയിൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കുടിയൊഴിപ്പിക്കാൻ ഒരു പാടുമില്ലാത്ത ആയിരക്കണക്കിന് ജനങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ത്യയിൽ എവിടെയും അങ്ങനെയാണ്. കേരളത്തിലില്ല.